ഈ നട്ടുച്ച വെളുത്ത് ബീച്ചിൽ പോകാനുള്ള പ്ലാൻ വന്നപ്പോഴത്തേക്കും ഒന്നും നോക്കിയില്ല, നമ്മൾ പോകുവാണ്. ഓട്ടോ വിളിച്ച് നമ്മൾ പോയി. അതിനുശേഷം നമ്മൾ ബസ് പിടിച്ചു. പ്രിയദർശിനി ബസ് കിട്ടിയോണ്ട് ഫ്രീ ആയിരുന്നേ. പിന്നെ എങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ബീച്ചിലെത്തി. കറക്റ്റ് നല്ല വെയിലുള്ളപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ചൂടത്ത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, കുട പിടിച്ചങ്ങ് നടക്കുക. അത് അവിടെയുള്ള ഒരു ഊഞ്ഞാലിരിക്കാൻ പറ്റുകയാണ് പളിപ്പോയി. അപ്പോൾ നമ്മൾ പിന്നെ നടന്ന് നോക്കുമ്പോഴത്തേക്കും പച്ചപ്പും ഹരിതാപ്പും ഒക്കെ ഉണ്ട് ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ. ഇത് ഓറയൊന്നുമല്ല, കാറ്റത്ത് സൂര്യപ്രകാശം അടിക്കുന്നതാണ്. നമ്മൾ കുട പിടിച്ച് നടന്നിട്ട് നോക്കുമ്പോഴത്തേക്കും അങ്ങ് എന്ത് കാണുന്നു? കായൽ കാണുന്നു. കായലിൻ്റെ അങ്ങേയറ്റത്ത് താജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് കാപ്പിൽ ബീച്ചിലാണ്, കാസർഗോഡുള്ള. അവിടുന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫി സ്കില്ലുള്ള അപർണയും മാളവികയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് പാറപ്പുറം ഉണ്ടായിരുന്നു. ആ പാറയ്ക്ക് മണ്ടയിൽ നമ്മൾ കയറിയിരുന്ന് റെസ്റ്റ് എടുക്കുവാണ് കുട പിടിച്ച്. ഒരു സൈഡിൽ ബീച്ച്, ഒരു സൈഡിൽ കായൽ. അപ്പോൾ ഇവർ തമ്മിൽ ചേരുന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്, കാരണം അവിടെ നനഞ്ഞിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് റീൽസ് എടുത്തു, ആടിപ്പാടി ഇരുന്നു. എന്നിട്ടും കായലും കടലും ചേർന്നില്ല. നമ്മൾ നല്ലവണ്ണം വെയിറ്റ് ചെയ്തു. നല്ല പല കളേഴ്സിലുള്ള ഇതുണ്ടായിരുന്നു, എന്താണ് ഷെൽസ് ഉണ്ടായിരുന്നു. പിങ്ക് കളറ്, പർപ്പിൾ കളറ്, അങ്ങനെ പല കളേഴ്സിലും ഉണ്ട്. ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കടലും കായലും ചേർന്ന് നോക്കിയിട്ട് നടന്നില്ല. സോ നമ്മൾ സൂര്യാസ്തമയം കണ്ടിട്ട് നടക്കുവാണ്. അവിടെ കുഞ്ഞ് തട്ടുകട ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അങ്ങോട്ട് പോയപ്പോൾ സമോസ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സമോസയില്ല, പകരം മുട്ട ബജിയും ചായയും നമ്മൾ എടുത്തു. മുട്ട ബജി നല്ല ടേസ്റ്റ് ആയിരുന്നു. വീണ്ടും വാങ്ങി നോക്കിയപ്പോഴത്തേക്കും ഇല്ല. നമുക്ക് തിരിച്ചു വരാൻ വണ്ടിയൊന്നുമില്ല. സോ നടക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഓട്ടോ ഉണ്ട്. ആ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങി. ഒരു ഷോപ്പ് ഉണ്ട്. ഷോപ്പിൽ കയറി സ്നാക്സൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് ലഡു വേണമെന്ന് ആർക്കൊക്കെ, അപർണയ്ക്കും മാളവികയ്ക്കും. പിന്നെ നമ്മൾ അതും വാങ്ങിച്ചിട്ട് കാഞ്ഞങ്ങാട് എത്തി. അടുത്ത ഷോപ്പ് ട്രിക്സിൽ കയറിയിട്ട് ഷോപ്പിങ്ങും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ യൂണിവേഴ്സിറ്റിയിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.